ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു നല്ലൊരു മീൻ കറി റെഡിയാക്കാം. കേര എന്നുള്ള മീൻ കൊണ്ടുള്ള ഒരു കറിയാണ്. തേങ്ങ അരച്ചാണ് നമ്മൾ വെക്കുന്നത്. 1/2 കിലോ ഫിഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ്. ഈ 1/2 കിലോ ഫിഷിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള സ്ലൈസ് ആക്കിയത്, 2 തണ്ട് വേപ്പില, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, 2 കൊടംപുളി, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്കിനി കറി റെഡിയാക്കാം. ഇതിലൊരു മെയിൻ കാര്യം പറഞ്ഞില്ല, തേങ്ങ അരച്ചതാണിത്. നമ്മളിതില് 1/2 മുറി തേങ്ങയാണ് നമ്മൾ 1/2 കിലോ മീനിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 1/2 മുറി തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് അരച്ചതാണ് ഇത്. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി. നമുക്ക് അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, കൊടംപുളി, നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം, വേപ്പില, ഇനിയൊന്ന് ഒരു പകുതി ആവണ വരെ നന്നായിട്ടൊന്ന് മൂക്കാം. ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ വഴന്നിട്ടുണ്ട്. വഴന്ന് ശരിക്കും അങ്ങോട്ട് പൊടി പോലെയൊന്നും ആവണ്ട. ഇപ്പൊ നമ്മുടെ ഈ കറിക്ക് പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീനും കറിക്കും പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു. നമുക്കിനി അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കഴിഞ്ഞു. നമുക്കിനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം കറി ഒന്ന് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഒന്ന് അല്പം കുറച്ചിട്ട് മൂടി പകുതി തുറന്നു വയ്ക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇനി നമുക്ക് പതുക്കെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തേങ്ങ അരച്ചു വെച്ച നമ്മുടെ കേരക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നമ്മളെല്ലാ മസാലയും വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ എന്നാലും നല്ലൊരു മീൻകറിയാണ്. നല്ല പുളിയൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.